10 വർഷം മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ആദർശപരവും സംഘടനാപരവുമായ കാരണത്താൽ ഒരു ഒഴിഞ്ഞുപോക്കുണ്ടായി. ഒഴിഞ്ഞുപോയവർക്ക് മാതൃസംഘടനയ്ക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങളും കള്ളത്തരങ്ങളും പറയേണ്ടി വന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങളെ നിഷേധിക്കുന്നതോടൊപ്പം പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട പല സത്യങ്ങളെയും ദുർവ്യാഖ്യാനിക്കേണ്ടി വന്നു. ഖുർആൻ ദുർവ്യാഖ്യാനത്തിലേക്കും ഹദീസ് നിഷേധത്തിലേക്കും അവർ കൂപ്പുകുത്തി. ഇസ്ലാഹി പ്രവർത്തകർ ദഅ്വാ രംഗത്ത് സജീവ സാന്നിധ്യം അറിയിച്ചപ്പോൾ, സാൽവേഷനുകളുമായി മുന്നോട്ടു പോയപ്പോൾ, ജിന്ന്, സിഹ്ർ, പിശാചി വിവാദവുമായി കേരളത്തിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു അവർ. മുജാഹിദുകളിൽ അന്ധവിശ്വാസം പ്രചരിക്കുന്നുവെന്നും മുജാഹിദ് നേതാക്കൾ അന്ധവിശ്വാസത്തിന് കൊടി കാണിച്ചു കൊടുക്കുന്നുവെന്നും അവർ ആരോപിച്ചു. 2002 ഓഗസ്റ്റ് 23 തന്നെ ജിന്ന്, സിഹ്ർ വിവാദവുമായി അവർ രംഗത്തു വന്നിരുന്നു. സാൽവേഷൻ പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പ്രവർത്തകരും നേതാക്കളും സജീവമായി ദഅ്വാ രംഗത്ത് പ്രവർത്തിച്ചപ്പോൾ മുജാഹിദുകളിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിക്കുകയായിരുന്നു അവർ. അതിനായി പല ന്യായങ്ങളും പറയുവാൻ അവർ ശ്രമിച്ചു. ഇവർ ജിന്ന് പൂജകരാണ്, ഇവർ ജിന്ന് സേവകരാണ്, പിശാചിന്റെ ആളുകളാണ് എന്നവർ പ്രചരിപ്പിച്ചു. 2007 ഏപ്രിൽ മാസത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയ ലേഖനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലുടനീളം പ്രചാരണ പ്രവർത്തനങ്ങളുമായി മടവൂർ വിഭാഗം രംഗത്തെത്തി. മുജാഹിദുകൾ ശിർക്കിലേക്ക് പോകുന്നു, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണം അവർ ശക്തമാക്കി. അവരുടെ ഓരോ ആരോപണത്തിനും മറുപടി പറയുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഇസ്ലാഹി പ്രവർത്തകന്മാർ. മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയിട്ടില്ലെന്ന് പണ്ഡിതന്മാർ ഉറക്കെ പറഞ്ഞു. ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് കാണുക. ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും അനാവശ്യമായി അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദം എന്ന് പറഞ്ഞ് അത്തരം ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കേണ്ടതില്ല. അനീഫ കായക്കൊടി സംസാരിക്കുന്നത് കാണുക. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജിൽ കൊണ്ടുവന്നു തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാഹുവിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. എന്തേ പ്രസംഗിക്കാത്തത്? എന്തേ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത്? ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇത് അവര് പറഞ്ഞപ്പോ സലാത്തുല്ലമയും വിചാരിച്ചുണ്ട്. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയതിൽ അഭൗതികമായ തേട്ടമില്ല, അവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ചോദ്യമില്ല എന്ന് അഹമ്മദ് അനസ് മൗലവി പറയുന്നത് കാണുക. എന്നിട്ട് ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബെഡായി. എന്താ ബെഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബെഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമേ പകലും ജിന്നിനോട് സഹായം ചോദിക്കാന്നാണ് പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മുടെ നാടിന്റെ മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകാനേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാ, ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡുമില്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശ. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാഹിനോട് മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലതാ. ഇപ്പൊ പറഞ്ഞത് അള്ളാഹിനോടും പ്രാർത്ഥിക്ക, ജിന്നിനോടും പ്രാർത്ഥിക്ക, പിശാചിനോടും പ്രാർത്ഥിക്ക, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നു. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ,
അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. അപ്പൊ പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ കുടുങ്ങിയാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലെ സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയുടെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാന്ന് പറയുന്നത്. കണ്ടോ? ആ വാചകം കോട്ടിവാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? ഹനീഫ കായക്കുടിയും അബ്ദുൽ ജബ്ബാർ മൗലവിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തിമാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. 2007 2008 2009 2010 2011 വർഷങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതേ വാദത്തിൽ തന്നെ ആവർത്തിച്ചു. കാരണം അത് അബ്ദുൽ ജബ്ബാർ മൗലവി പുതുതായി പറഞ്ഞ വാദമല്ല. 1970-കളിൽ കെ ഉമർ മൗലവിയുടെ സൽസബീലിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പോടെ തന്നെ വന്ന ലേഖനത്തിൽ പറഞ്ഞ കാര്യമാണ്. 1980-കളിൽ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഷബാബിലൂടെ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ കാര്യമാണ്. ശബ്ദപരിധിയിലുള്ള ജിന്നുകളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ പ്രാർത്ഥന വരുന്നില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടം വരുന്നില്ല. അതിനാൽ തന്നെ ആ ചോദ്യം ശിർക്കാണെന്ന് പറയാവതല്ല എന്ന് കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർ ഒന്നടങ്കം പറഞ്ഞു. 2001 ഷാർജയിൽ വെച്ച് നടന്ന ഹുസൈൻ സലഫിയുടെ മുഖാമുഖത്തിലും ചോദ്യം വന്നപ്പോൾ ഇതേ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ എവിടെങ്കിലും പെട്ടാൽ യാ ഇബാദല്ലാ അഗീസൂനി എന്ന് വിളിച്ചോളിൻ എന്ന് പറയുന്ന ആ സംഭവം ലഈഫാണ്, അത് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ആ ഹദീസ് കൂടി വേണമെങ്കിൽ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അത് തൊബ്രാനിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള. അതിന് മുഴുവൻ കേട്ടോളൂ. ഇദാ അവല്ലാഹദുക്കും ഷയ്യൻ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വഴിപിഴച്ചാൽ, ഔ അറാദഹദുക്കും വൗസൻ, നിങ്ങൾ വല്ല സഹായം ഉദ്ദേശിച്ചാൽ, വഹുവ ബിഅർളിൻ ലൈസ ബിഹാ അനീസുൻ ഫൽയഖുൽ യാ ഇബാദല്ലാഹ് അഗീസൂനി അഗീസൂനി, എന്നെ സഹായിക്കേ എന്നെ സഹായിക്കേ എന്ന് പറയാ. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടേണെങ്കിൽ ഹദീസ് ശരിയാണെങ്കിൽ ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയരേന്ന് പറയും, ഇന്നെ രക്ഷിക്കോ എന്ന് പറയും. ആരോടെയുമില്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം.
അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടേണെങ്കിൽ ഹദീസ് ശരിയാണെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയരേന്ന് പറയും, ഇന്നെ രക്ഷിക്കോന്ന് പറയും. ആരോടെയുമില്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം. അതിലപ്പുറം മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചുകൊന്നോ വിളിക്കാനോ ഇനി ഹദീസ് സഹിയാണ് ആരെങ്കിലും ഉരുണ്ട് പേരണ്ട് ഒപ്പിച്ചാൽ തന്നെ അത് തെളിവല്ല. ഹദീസാണെങ്കിൽ അത് തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലഈഫുമാണ് എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ സനദിലുള്ള വ്യക്തികൾ അബ്ദുറഹ്മാൻ ഇബ്നു ശുറൈഖ് അതേപോലെയുള്ള ആളുകളെ പറ്റിയൊക്കെ മുസ്ലിം ലോകത്ത് ഹദീസ് നിരൂപക ശാസ്ത്രം അറിയാവുന്ന പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിലും അവിടെ അഭൗതികമായ തേട്ടമില്ലാത്തതിനാൽ തന്നെ പ്രാർത്ഥനയാകുന്നില്ല എന്നാണ് അദ്ദേഹവും മറുപടി പറഞ്ഞത്. എന്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റു 2 പേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത 2 പേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിന്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ KNM അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമായിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ളാഹി ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായൊരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ,
വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നടത്ത് എന്ന് നിർണയിക്കാൻ പറ്റുക? പൊതുവെ അവര് ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ളാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല? യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. പിന്നെ ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവര് മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്, അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. പിന്നെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു കസീറിൽ മാത്രമല്ല അൽ ഇസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽ ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ ഇസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അൽ ഇസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതും കൂടിയാണ് വായിച്ചാൽ അൽ ഇസ്ലാഹിലും ഉണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും. ആ ലേഖനം എഴുതിയ ആള് തന്നെ അതിന് തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഒന്നുകൂടി ഞാൻ പിന്നെ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. ഹാജറ, ബുഖാരി ഉദ്ധരിച്ച ഹദീസ, ഹാജറ ബീവി ഇങ്ങനെ ഇസ്മായിൽ വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക, അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളിൽ, അവിടെ ഒന്നും കാണുന്നില്ല, അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്, അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല, ചുറ്റുഭാഗം നോക്കി ആരും കാണുന്നില്ല, കുട്ടിന്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ടോടും, പിന്നെ ഇങ്ങോട്ടോടും, ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ, ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ പറഞ്ഞു, അഗിസ് ഇൻ കാന ഇൻദക ഖൈർ. ആ ശബ്ദത്തിനോടായിട്ടാണ്, നിന്റെ അടുക്കൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്ന് ഇന്നൊന്ന് സഹായിക്കണം, ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കുകയാണ് എന്ന്. പിന്നെ ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കുമ്പോ മലക്ക് ജിബ്രീൽ അതാ ഇതിന്റെ കുളമ്പ കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു, ഉറവ വരുന്നു. അപ്പൊ ജിബ്രീലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ? എന്നാൽ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ? ആഗിസ് അവിടെ ഉദ്ദേശിച്ചത് ആരെയാ? ആഗിസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാര് ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവിടെ ഹാജറയുടെ അഗീസ് എന്നത് ആരെങ്കിലും ആവാം, ആരാണെങ്കിലും ശരി, ഇരിക്കുവിടുന്ന് വെള്ളം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിന്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ജിന്നിന്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിന്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടുമെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം? അതിലും അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, ഇത് സഹായം തേടുന്ന അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം. അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ നടത്തിയ പ്രഭാഷണത്തിലും
ആ ചോദ്യത്തിൽ പ്രാർത്ഥനയില്ല എന്നാണ് പറഞ്ഞത്. 2004 നടന്ന മണ്ണാർക്കാട് സംവാദത്തിലും ഇതേ മറുപടി തന്നെയാണ് സക്കരിയ സ്വലാഹി പറഞ്ഞത്. ൊന്നും ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്. വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന തവസ്സുല അവിടെ. ഹദീസുള്ളതിലുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിനാദയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാല് നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നത് ഇവർക്ക് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. പിന്നെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ സമതുയ്യത്തുമായി ചുരുക്കത്തിൽ കേരളത്തിലെ പണ്ഡിത നേതൃത്വം ഒന്നടങ്കം പറഞ്ഞത് ആ വിളിയിൽ പ്രാർത്ഥനയില്ലെന്നും അതിനാൽ അത് ശിർക്കാവുകയില്ല എന്നുമാണ്. എന്നാൽ അതേ വാദം തന്നെ അബ്ദുൽ ജബ്ബാർ മൗലവി 2000 എഴുതിയപ്പോൾ അത് പൊക്കിപ്പിടിക്കാൻ മടവൂർ വിഭാഗം ശ്രമിച്ചതിനു പിന്നിൽ എന്താണ്? 2002 മുതൽ മടവൂർ വിഭാഗത്തിന്റെ പഴകിപ്പൊളിച്ച ആരോപണങ്ങളുമായി, അവരുടെ മൂർച്ചയില്ലാത്ത ആയുധങ്ങളുമായി ചില ആളുകൾ രംഗത്തു വരികയായി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്നുകളെ വിളിച്ച് തേടാമെന്ന് പറയുന്നവരുണ്ട്, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരുണ്ട്, ജിന്നുകളോട് സഹായം തേടാമെന്ന് പറയുന്നവരുണ്ട് എന്നിങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു അവരുടെ ആരോപണം. ആരോപണം പറഞ്ഞവർ ചില്ലറക്കാരല്ല, നേതാക്കന്മാർ തന്നെയാണ്. ടി പി അബ്ദുൽ മദനി പറയുന്ന കളവ് നോക്കൂ. മരിച്ചുപോയ മഹാനന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്നതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല, ആരാണിത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും. എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ? എനിക്ക് ആ വിശ്വാസമില്ല. ജമിയത്തിന്റെയും നെടുവത്തുൽ മുജാഹിദിന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ? അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ? കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാതെയാണ് ബഷീർ ഡോക്ടറും സംസാരിക്കുന്നത്. നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹു ചേർത്തു നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നെ മാത്രം ആരാധിക്കുന്നു പറഞ്ഞ് അള്ളാഹു അവിടെ വെറുതെ നിന്നിട്ട് നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ സഹായതേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ
ആഗോളാടിസ്ഥാനത്തിൽ പല പദ്ധതികളും നടത്തി വരികയാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുരൂർസയൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിശ്വാസമുണ്ടോ? SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി സംസാരിച്ചതും ഇതുപോലെ തന്നെയാണ്. ലോകത്ത് ഇനി ആരോടും ആർക്കാൾ പാടില്ല, സഹായം തേടാൻ പാടില്ല കേട്ടോ. ആരെങ്കിലും അഗീസൂനി അല്ലെങ്കിലോ അയ്നൂനി എന്നൊക്കെ പറഞ്ഞു വന്നാൽ ന്റെ തഫ്സീറിലോ റസൂലുള്ളാഹിന്റെ തഫ്സീറിലോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ശൈത്താനോടോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇബ്ലീസിനെയും ശൈത്താനെയും ശത്രുവായി കാണാത്തവരാണ്. അള്ളാനെ മാത്രം ആരാധിക്കാൻ അള്ളാഹ്ക്കെന്താ മരുഭൂമിയിൽ സഹായിക്കാൻ കഴിയില്ലേ? അള്ളാഹ് കഴിഞ്ഞിപ്പോയോ? എന്താ അവർ വിചാരിച്ചതിനെ പറ്റി? അള്ളാഹ് കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജിന്നിനോട് നേർക്കാൻ ഇന്ന് വരെ നാളിതുവരെ നെഞ്ചിൽ കൈവച്ച് പറയണം, അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ തീരെ അള്ളാഹുമായി അടുത്തിട്ടില്ല ഇത്രയും കാലമായിട്ട് കേട്ടോ. ഈയാക്കനാബുദ് വേണ്ടി പടപൊരുതിയവരായി ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ നമ്മൾ പോയി പറയണത് ജിന്നിനോട് ഒഴിഞ്ഞ സ്ഥലത്തും താഴ്ക്കാൻ ആര് പറഞ്ഞു? ലൈഫായ ഹദീസായാലും അമൽ ചെയ്യാണ്. ആരെ പഠിപ്പിച്ചത്? ഏത് ശറയിലുള്ളത്? എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനും ആളെ കിട്ടും. അതപ്പോഴത്തെ കാലം. കാര്യങ്ങൾ അറിയാതെയാണ് ഇവരെല്ലാം സംസാരിച്ചത്, അല്ലെങ്കിൽ ആരോ പറഞ്ഞുകൊടുത്തത് തത്ത പറയും പോലെ പറഞ്ഞത്. എന്നാൽ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് തെറ്റില്ല. അദ്ദേഹം പറഞ്ഞത് പ്രമാണബദ്ധമാണ്. നൂറ്റാണ്ടുകളായി സലഫി ലോകം പറയുന്ന അതേ വാദമാണ് അദ്ദേഹവും പറഞ്ഞത് എന്ന് വേദികൾ തോറും സംസാരിച്ചിരുന്ന അഹമ്മദ് അനസ് മൗലവിയും ഹനീഫ കായക്കൊടിയും ഈ ആരോപണത്തിൽ പങ്കുചേർന്നു എന്നതാണ് ഏറെ സങ്കടകരം. അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നുകളോട് തേടാമെന്നാണ് വാദം എന്ന് ഹനീഫ കായക്കൊടി സംസാരിക്കുന്നത് കാണുക. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദമുണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദമുണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞതിന് ശേഷം തുഹ്ഫത്തു ദാക്കിരീൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തു ദാക്കിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. ഷൗക്കാനി എന്താ പറഞ്ഞത്? അനുവദനീയാണ്. ഇപ്പൊ നമ്മളെ പറ്റിയുള്ള വലിയ പരാതി, ഷൗക്കാനി മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ, ഇമാം നവവി മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ. ചിലരൊക്കെ പറയണത് കേട്ടാൽ വ്യക്തികളോടുള്ള വിരോധവും അന്ധമായ പക്ഷപാതിത്വവും എങ്ങനെയാണ് ആളുകളെ ഇങ്ങനെ നുണ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. കളവല്ലേ ഇത്? അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നുകളോട് തേടാമെന്ന് വാദമുണ്ടോ? സക്കരിയ സ്വലാഹിക്ക് ജിന്നുകളോട് തേടാമെന്ന വാദമുണ്ടോ? അവർ തന്നെ വ്യക്തമാക്കട്ടെ. അബ്ദുൽ ജബ്ബാർ മൗലവിയുമായുള്ള അഭിമുഖത്തിൽ നിന്ന് കാണുക. ജിന്നിനോടോ മലക്കിനോടോ പ്രാർത്ഥിക്കാമെന്ന് താങ്കൾക്ക് വാദമുള്ളതായി കേൾക്കുന്നു. സത്യത്തിൽ താങ്കൾക്ക് അത്തരത്തിലൊരു വാദമുണ്ടോ? ജിന്നിനോടും മലക്കിനോടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ് പലരും ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. പലരും ചോദിക്കാതെ ഉദ്ദേശിക്കാതെ പ്രചരിപ്പിക്കുക ചെയ്യുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരോട് പ്രാർത്ഥിക്കുന്ന സൃഷ്ടിക്കാണ്. പിന്നെന്ത് ജിന്ന് സൃഷ്ടിയല്ലേ? ഏത് സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എവിടേക്കും പറഞ്ഞു. എങ്കിൽ ജിന്നുകളോട് സഹായം തേടാമെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ വേറെന്ന് പറയുന്നത് സഹായം ചോദിക്കാമോ? ഞാന് വാസ്തവത്തിൽ അങ്ങനെ ഒരു വിഷയം ജിന്നുകളോട് സഹായം ചോദിക്കാമെന്നോ അല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ് എന്നോ എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എഴുതിയത് കാണിച്ചു തരാൻ കഴിയുമോ? അങ്ങനെ സഹായം ചോദിക്കണമെന്ന് അല്ലെങ്കിൽ സഹായം ചോദിക്കാമെന്ന് പറഞ്ഞത് വേറെ, അത് വിഷയം വേറെ. അതൊരു മുസ്ലിയാരുമായുള്ള എഴുത്തുകളിൽ
അത് എത്താണ് പ്രാർത്ഥന ആവുക, പ്രാർത്ഥന അല്ലാതാവുക എന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് എന്തായിരിക്കും? പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം. അതാ ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ചോദിക്കട്ടെ, ജിന്നുകളോട് സഹായം തേടാമെന്നെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട്? സഹായം തേടാമെന്ന്, സഹായം ആവശ്യപ്പെടാമെന്ന് എവിടെ എഴുതിയിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇല്ലാത്തത് പ്രചരിപ്പിക്കുകയാണ്. അതാ പറയുന്നത്, അള്ളാഹുവിന്റെ ഏത് സൃഷ്ടിയാകട്ടെ, ഏതൊരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥന ആവുന്ന രൂപത്തിലുള്ള സഹായാർത്ഥന പാടില്ല, അത് ചുറ്റാകുന്നു. ഏത് സൃഷ്ടിയാകട്ടെ, ജിന്നാവട്ടെ, മനുഷ്യനാവട്ടെ, മലക്കാവട്ടെ, മറ്റേതും ആവട്ടെ. അതേ പ്രകാരം ജിന്നുകളോട്, ആ അദൃശ്യ ജീവികളോട് സഹായം ചോദിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അതും എഴുതിയിട്ടില്ല. അങ്ങനെ ചോദിക്കാമെന്ന്, ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് എഴുതിയതായിട്ട് അല്ലെങ്കിൽ പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ സഹായം ചോദിക്കണം, അത് ചോദിക്കേണ്ടതാണ്, അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇല്ലാത്തത് വെറുതെ ഇങ്ങനെ ആരോപിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് എഴുതിയതായി കാണിച്ചു തരാൻ സാധ്യവുമല്ല. KK സക്കരിയ സ്വലാഹിയും തനിക്ക് ജിന്നുകളോട് തേടാമെന്ന വാദമില്ല എന്ന് വ്യക്തമാക്കി. വെല്ലുവിളിക്കുന്നു, 1000 കുതിരശക്തിയിൽ വെല്ലുവിളിക്കുന്നു. മടവൂരികളാകട്ടെ, അവരെ പിൻപറ്റുന്ന ഹുബൂരികളാകട്ടെ, അവരെ വാക്ക് വിശ്വസിക്കുന്ന വേറെ ഏതെങ്കിലും ആളുകളാകട്ടെ, അവരോടൊക്കെ ആരാണിത് പറഞ്ഞത്? ജിന്നുകളെയും മലക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ മുജാഹിദ് ആരാണ്? അയാളെ പേര് പറഞ്ഞോണ്ടാ? അയാൾ പ്രസംഗിച്ച ക്ലിപ്പ് കൊണ്ട് കൊണ്ടുപോവാ, അയാൾ എഴുതിയ ലേഖനങ്ങൾ കൊണ്ടുപോവാ, അയാൾ അപ്പൊ തന്നെ ഈ പ്രസ്ഥാനത്ത് പുറത്താക്കണ്ടേ? വെച്ചേക്കാൻ പറ്റുമോ? എന്താ ഈ പറയണത്? തൗഹീദ് പ്രസ്ഥാനത്തിൽ ശിർക്ക് പ്രസംഗിക്കേ, ശിർക്കിന് വേണ്ടി എഴുതിയേ, അപ്പൊ പച്ച കള്ളം പള്ളം പറയാ ഒരു മടിയില്ലാത്ത മനുഷ്യന്മാര്. ചർച്ചയുടെ മർമ്മമറിയാതെ പലരും പലതും പറഞ്ഞു. ഏതോ ചാരന്മാർ കൊണ്ടുകൊടുത്ത CD കേട്ട് പലരും വഞ്ചിതരായി. യഥാർത്ഥത്തിൽ ചർച്ചയുടെ മർമ്മം എന്താണ്? സമസ്തക്കാരുമായുള്ള സംസാരത്തിലും തൗഹീദ് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിലും ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്ന് നാം വിശദീകരിച്ചതാണ്. വക്കം മൗലവി, KM മൗലവി, സെയ്ദ് മൗലവി രണ്ടത്താണി, P അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂർ, K ഉമർ മൗലവി തുടങ്ങി കുഞ്ഞീദ് മദനി, AP അബ്ദുൽ ഖാദർ മൗലവി വരെയുള്ള പണ്ഡിത ശ്രേഷ്ഠരെല്ലാം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഉപകാരലബ്ധിക്കോ ദുരിതമോചനത്തിനോ വേണ്ടി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കഴിവുണ്ടെന്ന് താൻ വിശ്വസിക്കുന്ന വ്യക്തിയോട് ചോദിക്കുന്ന ചോദ്യമാണ് പ്രാർത്ഥനയാവുക എന്ന് പണ്ഡിതന്മാരെല്ലാവരും വിശദീകരിച്ചതാണ്. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയതിൽ ഈ നിർവചനത്തിനപ്പുറത്തുള്ള ഒന്നുമില്ല എന്ന് അറിയുന്നവർ തന്നെയാണ് അബ്ദുൽ ജബ്ബാർ മൗലവിക്കെതിരെ ശിർക്കാരോപിക്കുന്നത് എന്നാണ് സങ്കടകരം. 2002 മുതൽ 2011 വരെ നാം പറഞ്ഞത് എന്തിനാണ് മാറ്റി പറഞ്ഞത്? നൂറ്റാണ്ടുകളായി സലഫി ലോകം ഒന്നടങ്കം അംഗീകരിക്കുന്ന തത്വത്തെ എന്തിനാണ് നാം എതിർക്കുന്നത്? ഒരു നൂറ്റാണ്ടുകാലമായി നാം പഠിപ്പിച്ച നിർവചനങ്ങളിൽ നിന്ന് എന്തിനാണ് മാറുന്നത്? 2012 മുജാഹിദുകൾക്കെതിരെ ശിർക്കാരോപണവുമായി കടന്നു വന്നവർ അവരുടെ ഉള്ളറകൾ എന്തെന്ന് കാലം തെളിയിക്കും. എന്നാൽ ഒരു കാര്യം സത്യമാണ്, മുജാഹിദുകൾക്കിടയിൽ ശക്തമായൊരു ഭിന്നിപ്പുണ്ടാക്കുവാൻ, ആളുകളുടെ മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വെക്കുവാൻ ഈയൊരു വിഷയം ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന ആളുകൾക്ക് തിരുവനന്തപുരത്ത് വെച്ച് അബ്ദുറഹ്മാൻ എന്ന സുഹൃത്ത്, നിങ്ങൾ പറയുന്ന വാദങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ സത്യം ചെയ്യണമെന്ന് ഹനീഫ കായക്കൊടിയോട് ആവശ്യപ്പെട്ടു. ഈ പാവങ്ങളായ ജനങ്ങളാണ് ഇരിക്കുന്ന അധികാരം ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചത്. സത്യം പറയുന്നു എന്നതിന്റെ പേരിൽ മാത്രം നിങ്ങളെ സ്നേഹിച്ചാണ്. പക്ഷെ അവസാനം നമുക്ക് ഏത് കൂട്ടത്തിൽ നിൽക്കണമെന്ന് അറിയാമേണ്ട അവസ്ഥയാണ്. പക്ഷേ ഞങ്ങൾ ഈ നേർമാർഗം സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കണേ, നിർത്തിക്കണേ എന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത് അറിയാൻ, ഇവിടെ എല്ലാവർക്കും ഒരു മെസ്സേജ് ഞാൻ ബോധസ്വരം മെസ്സേജ് അയച്ചിരുന്നു. ആ സമയത്ത് ഇവിടെ ഷെയ്സാറിനെ വിളിച്ചുകൊണ്ട് മെസ്സേജ് ഭീഷണിപ്പെടുന്ന രീതിയിൽ ഒരു മെസ്സേജ് പോയി. ഞാൻ അയച്ച മെസ്സേജ് സക്കീർ സ്വാമി, ബജർബാഷി, ആസ്വാമി, ഹരിബാഗ് എല്ലാം കിട്ടിക്കാണും. ഞാൻ പറഞ്ഞത് സത്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ പുറപ്പാടുകൾ മഞ്ചേരി നടക്കുന്ന സമയത്ത് കിട്ടിക്കാണുന്ന ആ പറഞ്ഞത് അള്ളാഹിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ദീൻ പറയുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാണ് നമ്മൾ അറിയുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ. എങ്കിൽ അന്ന് നിങ്ങൾ ഇന്ന് പറയാൻ പോകുന്ന റബ്ബിനെ ഉദ്ദേശിച്ച് സത്യം മാത്രം പറയുക. നരകം ഭയാനകമാണ്, മരണം അടുത്താണെന്നൊരു മെസ്സേജ് മാത്രമേ അയച്ചുള്ളൂ. അത് ഭീഷണിയാണ് എന്ന് പറഞ്ഞത്. സക്കീറിയ സ്വലാഹി അന്ന് തന്നെ വിളിച്ച സമയത്ത് ഒരു മെസ്സേജ് കിട്ടി. എന്താണ്? ഞാൻ അള്ളാഹിന്റെ സാക്ഷ്യത്തിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയണത് ശരിയെന്നാണ്. നിങ്ങളുടെ ലേഖനം വായിക്കുമ്പോൾ പ്രയാസം തോന്നുന്നത് ശരിയാണ് തോന്നുന്നത്. തിരിച്ച് നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണുമ്പോൾ അത് പറയുന്നതാണ് ശരി തോന്നുന്നത്. ഞങ്ങളെ പോലുള്ള കുറച്ച് പാവങ്ങളുണ്ട്, അങ്കിലാപ്പിലായിരിക്കണം നിങ്ങളെ പോലുള്ള കുറച്ച് ആളുകൾ. അള്ളാഹുവിന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ? നിങ്ങൾ പറയുന്ന ഈ പ്രബോധന പ്രവർത്തന പ്രമാണ അടിസ്ഥാനത്തിൽ സ്വർഗ
ആക്ഷേപിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്, സത്യം ചെയ്യാൻ തയ്യാറോ? അദ്ദേഹം എന്നോട് സത്യം ചെയ്ത് പറഞ്ഞു, ഉറപ്പാണ്, ഞാൻ സത്യം ചെയ്യാണ്, അള്ളാഹുവിനെ ഉദ്ദേശിച്ച അള്ളാഹുവിന്റെ സത്യം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ സംസാരിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബാലുശ്ശേരി ബൈനസ്റ്റില് എല്ലാവരും കേട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ പ്രമാണാടിസ്ഥാനത്തിലാണ്, ഇല്ല എങ്കിൽ എന്റെ പേര് അള്ളാഹുവിന്റെ ശാപം ഇപ്പോൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളോട് അത് വിഷമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കണം, നിങ്ങളും അള്ളാഹുവിന്റെ സാക്ഷ്യത്തിനൊന്ന് സത്യം ചെയ്യണം. നിങ്ങൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നിങ്ങളൊന്ന് സത്യം ചെയ്യണം. കുടുങ്ങിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സത്യം പറയേണ്ടി വന്നു. അബ്ദുൽ ജബ്ബാർ മൗലവിക്കോ സക്കരിയ സ്വലാഹിക്കോ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും പണ്ഡിതന്മാർക്കോ ജിന്നുകളോട് തേടാമെന്ന വാദമില്ലെന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. വൈകിപ്പോയി കായക്കൊടി, നിങ്ങളിത് പറഞ്ഞപ്പോഴേക്കും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഷിർക്ക് ആരോപിച്ചവരിലേക്ക് മടങ്ങുമെന്നാണല്ലോ പ്രവാചകന്റെ വചനം. ജിന്നും മലക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ലെന്നും അവർ അഭൗതിക ജീവികളല്ലെന്നുമായിരുന്നു ഇക്കാലം അത്രയും നാം പറഞ്ഞത്. ജിന്നും മലക്കും അഭൗതികമാണെന്ന് പറയുക വഴി അബ്ദുസലാം സുല്ലമിയുടെ തൗഹീദാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അഭൗതിക മാർഗത്തിൽ ഉപകാരം ചെയ്യുവാനോ ഉപദ്രവം ചെയ്യുവാനോ അള്ളാഹു അല്ലാത്തവർക്ക് സാധിക്കുകയില്ല എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. പിശാചുക്കൾ ജ്യോത്സ്യനെയും സാഹിറിനെയും സഹായിക്കുമെന്നത് കേരള ജമിയത്തുൽ ഉലമ അംഗീകരിച്ചതാണ്. സിഹർ ഫലിക്കുമെന്നത് KJU അംഗീകരിച്ചതാണ്. ജിന്നുബാധ ഉണ്ടാകുമെന്നതും KJU അംഗീകരിച്ചതാണ്. ഇപ്രകാരം അബ്ദുസലാം സുല്ലമിയുടെ തൗഹീദ് സ്വീകരിക്കുകയും KJU പറഞ്ഞത് അംഗീകരിക്കുകയും ചെയ്താൽ ജിന്നുകൾക്കും മലക്കുകൾക്കും അഭൗതികമായി ഉപകാരോപദ്രവങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നല്ലേ ഇവർ വിശ്വസിക്കേണ്ടത്? അഭൗതികമായി ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഇസ്ലാമിന്റെ അടിത്തറക്ക് ഇവർ എതിരാവുകയല്ലേ ചെയ്യുന്നത്? നമസ്കരിച്ച് നോമ്പ് നോറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്ത് ശിർക്കൻ വിശ്വാസത്തിലേക്കും വാക്കുകളിലേക്കും പോകേണ്ടി വരുന്നത് എന്തു സങ്കടകരമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. To the right goal, through the right path. Profcon 17th Professional Students National Conference 8th, 9th and 10th March 2013 at Malappuram. ഉത്തമ സമൂഹത്തിന്റെ വീണ്ടെടുപ്പ് ലക്ഷ്യം വെച്ച് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് MSM സംഘടിപ്പിക്കുന്ന മെഡിക്കൽ, ടെക്നിക്കൽ, മാനേജ്മെന്റ്,